ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. തൃശൂരിലെ ATM കവർച്ചാ സംഘം തമിഴ്നാട്ടിൽ നിന്ന് പിടിയിലായിരിക്കുന്നു. നാമക്കലിൽ നിന്നാണ് സംഘത്തെ തമിഴ്നാട് പോലീസ് പിടികൂടിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ അനീഷ് ആന്റണി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, വലിയൊരു കവർച്ചയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള സംഭവങ്ങൾ നടക്കുന്നു. പോലീസും കവർച്ചാ സംഘവും തമ്മിൽ ഏറ്റുമുട്ടുന്നു, ഒരാൾ കൊല്ലപ്പെടുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വും തുടർന്നുള്ള അന്വേഷണവും പ്രതി പിടികൂടലും ഏറ്റുമുട്ടലും വെടിവെപ്പും മരണവും എല്ലാം വലിയൊരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്ന് പുലർച്ചെയോടെ നടത്തിയ ഈ മോഷണ ശേഷം പ്രതികൾ ഈ മോഷ്ടിക്കാനായി എത്തിയ ആ കാറിൽ തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. ഈ സമയത്തിനുള്ളിൽ തൃശൂർ സിറ്റി പോലീസ് തമിഴ്നാട് പോലീസിന്റെ ഇത്തരത്തിൽ തൃശൂരിൽ വലിയ മോഷണം നടത്തിയിട്ടുണ്ട്. പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരം തമിഴ്നാട് പോലീസിന് കൈമാറിയത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് പോലീസ് വ്യാപകമായി ചെക്ക് പോസ്റ്റുകളിലും ഹൈവേകളിലും എല്ലാം പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് ഇവർ ഈ കണ്ടെയ്നർ ലോറിയിൽ ഈ മോഷ്ടിക്കാൻ എത്തിയ കാർ സഹിതം പ്രതികൾ 4 പേരും സഹിതം പണം സഹിതം മാരക ആയുധങ്ങൾ സഹിതം ഈ കണ്ടെയ്നർ ലോറിയിൽ കയറി സഞ്ചരിക്കുന്നതിനിടെ പിടിയിലാകുന്നത്. ഈ പിടിയിലാകാനുള്ള ഒരു കാരണമായി പറയുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന കണ്ടെയ്നർ ലോറി മറ്റൊരു വാഹനത്തിൽ തട്ടുന്ന ഒരു സംഭവം ഉണ്ടായി. ഇതിനുശേഷം ഇവർ ഈ കണ്ടെയ്നർ ലോറിയുമായി നിർത്താതെ ഓടിച്ചു പോയി. തുടർന്ന് പോലീസ് ഇവരെ പിന്തുടർന്നു. എന്നിട്ടും ഇവർ നിർത്തിയില്ല. തുടർന്ന് ഇവർ പോലീസിന് നേരെ തോക്ക് ചൂണ്ടി വെടി ഉതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയത്താണ് പോലീസും തമിഴ്നാട് പോലീസും അതുപോലെ തന്നെ മോഷ്ടാക്കളും തമ്മിൽ നാമക്കല്ലിൽ വെച്ച് സംഘർഷമുണ്ടായതും വെടിവെപ്പുണ്ടായതും ഈ പ്രതികളിൽ ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയതും ഒരു പ്രതിക്ക് കാലിൽ വെടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വെടിവെപ്പിൽ മറ്റൊരു പോലീസുകാരനും പരിക്കേറ്റതായും ഒരു വിവരമുണ്ടെന്ന്. ഹരിയാന സ്വദേശികളാണ് ഇത്തരത്തിൽ തൃശ്ശൂരിലെത്തി ഈ ATM കൊള്ള നടത്തി തമിഴ്നാട്ടിലേക്ക് പോയതെന്നാണ് മറ്റൊരു വിവരം ലഭിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള മോഷണമാണ്. ഈ മോഷ്ടിച്ച തുക ഈ കണ്ടെയ്നർ ലോറിയിൽ നിന്നും കണ്ടെത്തിയതായി പോലീസ് ഒരു സൂചന നൽകുന്നുണ്ട്. ഇവരുടെ കയ്യിൽ മാരക ആയുധങ്ങളുണ്ട്. ഇവർ തീർച്ചയായും ഒരു പ്രൊഫഷണൽ മോഷണ സംഘം തന്നെയാണെന്നാണ് ഇവരുടെ ഈ നടപടിക്രമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇവർ മറ്റൊരു സ്ഥലത്ത് ഈ കണ്ടെയ്നർ ലോറി ഇവർക്ക് സഞ്ചരിക്കാനായി പാകപ്പെടുത്തി നിർത്തിയിരുന്നു. മോഷണശേഷം ഇവർ ഈ വാഹനവുമായി മോഷ്ടിക്കാനെത്തിയ കാറുമായി കണ്ടെയ്നർ ലോറിക്ക് അടുത്തെത്തുന്നു. കാറ് കണ്ടെയ്നർ ലോറിയിലേക്ക് കയറ്റുന്നു. ഇവർ 4 പേരും കയറ്റുന്നു. 4 പേരും കയറുന്നു. പണവും മാരകായുധങ്ങളും ഉൾപ്പെടെ വാഹനത്തിൽ കണ്ടെയ്നർ ലോറിക്കകത്ത് സൂക്ഷിക്കുന്നു. വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ, ഒരു സഹായി, അങ്ങനെ 6 പേർ അടങ്ങിയ സംഘം ഈ കണ്ടെയ്നർ ലോറിയിൽ സഞ്ചരിക്കുന്നു. ഇതിനിടെയാണ് മറ്റൊരു വാഹനത്തിൽ തട്ടുന്നതും പോലീസ് പിന്തുടരുന്നതും തടയുന്നതും നിർത്താതെ പോകുന്നതും തുടർന്ന് വെടിവെപ്പ് ഉണ്ടാകുന്നതും ഒരാൾ കൊല്ലപ്പെടുന്നതും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയാണ് തൃശൂർ മാപ്രാണത്തെ 2 മണിയോടെ മാപ്രാണത്തുള്ള SBI ATM ആദ്യം കൊള്ളയടിക്കുന്നത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച്. അതിനുശേഷം നേരെ അവർ തൃശ്ശൂരിലേക്ക് പോകുന്നു. തൃശ്ശൂർ നഗരത്തിൽ സ്വരാജ് റൗണ്ടിനോട് ചേർന്നുള്ള ഷൊർണൂർ റോഡിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ് ബാങ്കിന്റെ തന്നെ മറ്റൊരു ATM ഇവർ കവർച്ച ചെയ്യുന്നു. അതിനിടെ തൃശ്ശൂർ സിറ്റി പോലീസിന് അലർട്ട് ലഭിക്കുന്നു. പോലീസ് അവിടേക്ക് എത്തുന്നതിന് മുൻപ് ഇവർ മോഷ്ടിച്ച പണവുമായി അവിടെ നിന്നും രക്ഷപ്പെട്ട് അടുത്ത ഒരു സ്ഥലത്തെത്തി. കോലഴി എന്ന് പറയുന്ന നഗരത്തോട് അധികം ദൂരമല്ലാത്ത കോലഴി എന്ന് പറയുന്ന സ്ഥലത്ത് പൂവണി ബസ് സ്റ്റോപ്പിനടുത്തുള്ള മറ്റൊരു SBI ATM തകർക്കുന്നു. തകർത്ത 3 ATMകളും SBIയുടേതാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ആദ്യം മാപ്രാണത്ത് നടത്തിയ മോഷണത്തിന് ശേഷം യാതൊരുവിധ അലർട്ടും ലഭിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് തൃശ്ശൂരിൽ നടത്തിയ മോഷണത്തിലാണ് പോലീസിന് ഒരു അലേർട്ട് ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ATMനുള്ളിൽ മോഷണ സമയവും മറ്റും നടന്നാൽ കൃത്യമായി അലേർട്ട് ബാങ്കിന്റെ സെർവറിലേക്കും സുരക്ഷാ സംവിധാനത്തിലേക്കും പോകേണ്ടതാണ്. അതിലെന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടോ എന്നത് ഉൾപ്പെടെ അന്വേഷിക്കുക. എന്തായാലും ഇപ്പോൾ ഈ പിടികൂടിയ പ്രതികൾ, വെടിയേറ്റ് മരിച്ച ഒരാളെ മറ്റുള്ള പ്രതികളെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരും എന്നാണ് വിശദമായി ചോദ്യം ചെയ്യുക. ഇത്തരത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ വലിയ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ മോഷണത്തിന് പദ്ധതി ഇട്ടിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്നും ചോദിച്ചറിയാം. നിലവിൽ ഇപ്പോൾ പ്രതികൾ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. എന്തായാലും ഇത്രയും ഈ മോഷണം നടന്ന് ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാനായി എന്ന് പറയുന്നത് പോലീസിന്റെ വലിയൊരു നേട്ടമാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒരു അനുഭവ സമ്പത്താണ്. അദ്ദേഹം കണ്ണൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് സമാന രീതിയിലുള്ള ഒരു ATM മോഷണം നടന്നിരുന്നു. അന്ന് തന്നെ ഈ മോഷ്ടിച്ച ആളുകൾ സംസ്ഥാനം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള ഒരു ധാരണ പ്രകാരം അന്ന് തമിഴ്നാട് പോലീസിന് വിവരം കൈമാറി അവരെ പിടികൂടാനായി എന്നുള്ള ഒരു മുൻപരിചയം വെച്ചാണ് ഇവിടെ മോഷണം നടന്ന ഉടൻ തമിഴ്നാട് പോലീസിനും അതിർത്തിയിലേക്കും ഉൾപ്പെടെ വിവരം
വിവരം കൈമാറിയതും ഇത്തരത്തിൽ മണിക്കൂറുകൾക്കകം തമിഴ്നാട് പോലീസിന് ഒരു ഏറ്റുമുട്ടലിലൂടെ ഈ പ്രതികളെ 3 പേരെ ജീവനോടെ പിടികൂടാനായത്. ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. വാഹനം ഓടിച്ചൊരു കണ്ടെയ്നർ ലോറി ഡ്രൈവറും അതുപോലെ തന്നെ സഹായിയും ഉൾപ്പെടെ 6 പേരാണ്. ഈ കണ്ടെയ്നർ ലോറിയിൽ നിന്ന് വലിയ ആയുധശേഖരം അടക്കം കണ്ടെത്തിയിട്ടുണ്ടോ? ഈ പ്രതികളെ കുറിച്ച് മറ്റെന്തെങ്കിലും വിവരമുണ്ടോ? പോലീസിന് നേരെ തോക്ക് ചൂണ്ടി എന്ന് ഞാൻ നേരത്തെ സൂചിച്ചു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇവരുടെ കയ്യിൽ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ സർവ്വ സന്നാഹം ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായാൽ അതിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള മാരകായുധങ്ങൾ സഹിതമായിരുന്നു ഇവർ ഈ കണ്ടെയ്നർ ലോറിയിൽ യാത്ര ചെയ്തത്. ഒരുപക്ഷെ ഹരിയാനയിലേക്കോ മറ്റോ ആയിരിക്കാം ഇവരുടെ ഈ യാത്ര. കണ്ടെയ്നർ ലോറി എന്ന് പറയുമ്പോൾ അധികമാരും അങ്ങനെ പരിശോധിക്കാത്ത ഒരു വാഹനം കൂടിയാണ്. അതിനുള്ളിൽ ഒരു കാർ ഉണ്ടായിരിക്കും, മോഷ്ടിച്ച പണവും ആളുകളും ഉണ്ട് എന്നുള്ള ധാരണ പെട്ടെന്ന് ആർക്കും പോലീസിന് ഉൾപ്പെടെ പോകില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ കണ്ടെയ്നർ ലോറി ഇവർക്ക് ഈ മോഷ്ടിച്ച പണവും വാഹനവുമായി യാത്ര ചെയ്യാൻ ഇവർ തെരഞ്ഞെടുത്തതെന്ന് വേണം മനസ്സിലാക്കാം. എന്തായാലും പ്രതികളെ പിടികൂടാനായി വെടിവെപ്പുണ്ടായി, ഏറ്റുമുട്ടലുണ്ടായി, ഒരാൾ കൊല്ലപ്പെട്ടു എന്നതൊരു ധാരണ സംഭവമാണെങ്കിൽ കൂടിയും 3 പേരെ ജീവനോടെ പിടികൂടാനായി. മാത്രമല്ല വാഹനം ഓടിച്ചിരുന്ന കണ്ടെയ്നർ ലോറി ഓടിച്ചിരുന്ന ഡ്രൈവർ, ഒപ്പം ഉണ്ടായിരുന്ന സഹായി അടക്കം 6 പേരെ പിടികൂടാനായി. ഒരാളെ ജീവനോടെ അല്ലെങ്കിൽ കൂടി 6 പേരെയും ഈ അന്വേഷണ തമിഴ്നാട് പോലീസിന് നാമക്കല്ലിൽ വെച്ചുണ്ടായ സംഘർഷത്തിനിടെ പിടികൂടാനായി. ശ്രുതി, വ്യക്തമാണ്. എന്തായാലും കേരളത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു 65 ലക്ഷം രൂപ 3 ATMകളിൽ നിന്നായി കവർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. പ്രതികളും പോലീസും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുണ്ടായി. ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കവർച്ചാ സംഘത്തിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത്. പോലീസുകാരന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് കാലിൽ വെടിയേറ്റ സംഭവം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ തമിഴ്നാട്ടിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി കേരളത്തിലേക്ക് പ്രതികളെ എത്തിക്കേണ്ടതുണ്ട്. 6 ഹരിയാനക്കാരെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കണ്ടെയ്നർ ലോറിയിൽ കാറ് കയറ്റി അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. കണ്ടെയ്നർ ലോറിയിൽ നിന്ന് വലിയ ആയുധശേഖരവും അടക്കം ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്.